ഇപ്പൊ കമ്പനീസ് ആക്ട് 1956 NFRA പോലെ തന്നെ ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ആ അതോറിറ്റി നമ്മൾ വിളിക്കുന്ന പേര് NACAS എന്നാണ്, നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഈ NACAS എന്ന് പറയുന്ന അതോറിറ്റിയെയാണ് നമ്മൾ NFRA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, കമ്പനീസ് ആക്ട് 1956 ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു അതോറിറ്റിയെ കുറച്ചും കൂടെ അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസും പവേഴ്സും ഒക്കെ കൊടുത്തിട്ട് അവരെ നമ്മൾ റീഫ്രെയിം ചെയ്യാണ്. എന്നിട്ട് അവരെ നമ്മൾ വിളിക്കുകയാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് ഒരു NFRA എന്ന് പറഞ്ഞ അതോറിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ 2013 നമ്മൾ കമ്പനീസ് ആക്ട് വന്നിട്ടുണ്ട് എങ്കിലും NFRA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബർ 2018 2018 ഒന്നാം തീയതി ഒക്ടോബർ 1 എന്ത് ചെയ്യുന്നത് NFRA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ NACAS അതേപോലെ തന്നെ NFRAയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. NACAS എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ്.